യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ദൈവരാജ്യം എന്നുള്ള ആ ബൃഹത്തായ വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവാണ് ഈ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ കൂടുതലായിട്ടും ദൈവവചനത്തിൽ സംസാരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തൻ്റെ കൂടുതൽ സമയങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും യേശു ഉപയോഗിക്കാനിടയായി തീർന്നു. കേവലം പ്രസംഗിക്കുക മാത്രമല്ല, യേശുക്രിസ്തു ആത്മീയ ദൈവരാജ്യത്തെ ഇവിടെ സ്ഥാപിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ആത്മീയ ദൈവരാജ്യത്തിൽ കർത്താവ് യേശുക്രിസ്തു നമ്മെ എല്ലാം തന്നെ വിളിച്ച് ആക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുതയും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ എല്ലാം പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഫിസിക്കൽ ദൈവരാജ്യത്തെ, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, അതേപോലെ തന്നെ കൂടുതൽ മഹത്വകരമായ ആ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായ ഒരു സമയം കടന്നു വരുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു അതിനെക്കുറിച്ച് നമ്മളോട് വളരെ വ്യക്തമായും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നല്ലേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അതെ, ആ ഭവനത്തിൽ നമ്മൾ എന്നേക്കുമായി വസിക്കുന്നതിനെയാണ് യഥാർത്ഥ ദൈവരാജ്യം കാണിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞും ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ ആക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്നും യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് സഹായകരമായ ഒരു ഉപമയാണ് നമ്മൾ മത്തായി സുവിശേഷം 25 അധ്യായം 14 മുതൽ വായിപ്പാനിടയായി തീർത്തത്. നമുക്കെല്ലാവർക്കും അത് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ സമ്പത്ത്, തൻ്റെ താലന്തുകൾ അവൻ തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചു. ഒരുവന് 2, ഒരുവൻ 5, ഒരുവൻ 1. ഈ 3 ദാസന്മാരെ കുറിച്ചും യജമാനൻ ആഗ്രഹിച്ചത് അവർ ഈ താലന്തുകളെ വ്യാപാരം ചെയ്യണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നു, നാം ആത്മീയ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം 1 താലന്തെങ്കിലും, അതേ നമ്മുടെ പ്രാപ്തി പോലെ ദൈവം താലന്തുകളെ നമുക്ക് നൽകും. ഒരാൾ പോലും പറയരുത്, ദൈവം എനിക്ക് കഴിവുകൾ തന്നിട്ടില്ല, ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിട്ടില്ല, ദൈവം എനിക്ക് സമയങ്ങൾ തന്നിട്ടില്ല. കാരണം ദൈവരാജ്യത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ദൈവം തൻ്റെ ആ കഴിവുകളാൽ, ആ താലന്തുകളാൽ നിറച്ചാണ് കൊണ്ടുവരുന്നത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഇങ്ങനെ താലന്തുകളെ കൊടുക്കുന്നത് അവനവന്റെ പ്രാപ്തി പോലെ ആണ് എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ പ്രാപ്തി കൈവരിക്കുന്നത്? നമ്മൾ പ്രാപ്തി കൈവരിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിൽ വിശ്വസ്തരായി അതിനെ വ്യാപാരം ചെയ്തുവോ അതിനനുസരിച്ചാണ് നമുക്ക് പ്രാപ്തി ലഭിക്കുന്നത്. ദൈവരാജ്യത്തിൽ ദൈവത്തെ അറിഞ്ഞും ദൈവിക പ്രമാണങ്ങളെ മനസ്സിലാക്കിയും ദൈവത്തോട് വിശ്വസ്തത കാണിച്ചും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് കൂടുതലായിട്ടുള്ള റിസോഴ്സുകൾ, അവസരങ്ങൾ, നന്മകൾ നമുക്ക് നൽകുവാൻ ഇടയായി തീരും. എങ്ങനെ? നമ്മുടെ പ്രാപ്തി വർദ്ധിക്കുന്നത് മൂലം. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായി ദൈവം ആഗ്രഹിക്കുന്ന പോലെ അതിനെ വ്യാപാരം ചെയ്ത് അതിനെ പ്രയോജനപ്പെടുത്തി നമ്മൾ കൂടുതൽ പ്രാപ്തി നേടി കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനേകർക്കൊരു അനുഗ്രഹമായി തീരണമെന്നുള്ളത്. ഒരാളെ പോലും ദൈവം വെറുതെ വിളിച്ചിട്ടില്ല, ഒരാളെ പോലും ദൈവം നിരായുധരായി വിളിച്ചിട്ടില്ല, ഒരാളെ പോലും ദൈവം ഒന്നും കൊടുക്കാതെ നിർത്തിയിട്ടില്ല. എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പലരും നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചതായ 3ാമത്തെ മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ 3ാമത്തെ ദാസനെ പോലെ, അവൻ എന്താണ് പറഞ്ഞത്? നമുക്ക് ആ വേദഭാഗത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പ്രവേശിക്കുന്നത്. മത്തായി സുവിശേഷം 25 അധ്യായം അതിന്റെ 24 മുതൽ. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ നിന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു.
ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ചത് നിങ്ങൾക്ക് ഈ വാക്യവുമായിട്ടുള്ള ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. കേവലം വീഡിയോ കാണുക അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുക എന്നുള്ളതിനേക്കാളുപരി ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വിവേചിച്ച് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ഈ മനുഷ്യൻ യജമാനനെ കുറിച്ചുള്ള ശരിയായ അറിവ് ഇല്ലാത്തവനായിരുന്നു. മറ്റു രണ്ടു പേർക്കും യജമാനനെ കുറിച്ചുള്ള ശരിയായ അറിവുണ്ടായിരുന്നു. യജമാനൻ ഈ ദാസന്മാർക്ക് ഒരേപോലാണ് വെളിപ്പെട്ടത്. പക്ഷേ ഇവന്റെ ഉള്ളിലെ ചില തെറ്റായ ചിന്തകൾ, തെറ്റായ ധാരണകൾ അവന് ലഭിച്ചതായ ആ താലന്തിനോട് അവിശ്വസ്ത കാണിപ്പാൻ തക്കവണ്ണം തീർന്നു. കേവലം അവന് ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, അവൻ ആ ലഭിച്ചത് മറച്ചു വെച്ച് ലഭിക്കാത്തവനെ പോലെ അവനായിരുന്നു. ഇന്നും നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളോട് ആരെങ്കിലും ചോദിക്കാൻ നോക്കട്ടെ, ദൈവം നിനക്ക് തന്ന താലന്ത് എന്താ, ദൈവം നിനക്ക് തന്ന കഴിവെന്താ, ദൈവം നിനക്ക് തന്ന അവസരം എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഒന്നും ദൈവം തന്നിട്ടില്ല, എനിക്ക് ദൈവം തന്നിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മൾ ഈ മൂന്നാമത്തെ ദാസനെ പോലെ, അങ്ങനെ മൂന്നാമത്തെ ദാസനെ പോലെ ആകാതെ വണ്ണം ആദ്യത്തെ ആ രണ്ട് ദാസന്മാരെ പോലെ നമുക്ക് ആകുവാൻ കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യജമാനനെ അറിയുക, യജമാനന്റെ പ്രകൃതം, യജമാനന്റെ സ്വഭാവം, യജമാനന്റെ ഉപദേശം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവൻ തന്ന താലന്തുകളെ തിരിച്ചറിയുവാനും ആ താലന്തുകളെ നമുക്ക് വ്യാപാരം ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ദൈവരാജ്യ ഉപമയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 28-ാമത്തെ വാക്യമാണ്. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ, അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊണ്ടരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ആദ്യത്തെ 2 ദാസന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു സ്വർഗീയമായ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതായത് ഇവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ്, ഇവർ സ്വർഗീയമായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത, ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെ നരകത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. അതായത് ഈ താലന്ത് ലഭിച്ചിട്ട് അത് മറച്ചു വെച്ച് ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തനല്ലാതായി നിൽക്കുമ്പോൾ ആ വ്യക്തി നരകത്തിന് വിധിക്കപ്പെട്ടവനായി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നരകത്തിലേക്കുള്ള യാത്രയിലാണോ അതോ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണോ? സ്വർഗത്തിലേക്കുള്ള യാത്ര ചെയ്യുന്നവരായ ആളുകൾ അവരുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും ആത്മീയമായ അനുഭൂതിയല്ല, കേവലം ഒരു തുള്ളിച്ചാടലോ അങ്ങനെയുള്ള ഉണർവോ ഒന്നുമല്ല. മറിച്ച് ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായി നിന്ന് അതിനെ വ്യാപാരം ചെയ്ത് കൂടുതൽ കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനേകർക്ക് കൊടുക്കുന്നവരായി നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്നു. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ എങ്ങനെ എപ്പോഴും കൊട്ടിയും പാടിയും തുള്ളിയും ചാടിയും ഒക്കെ ഇരിക്കുമെന്നുള്ളത്. ഞാൻ അത് നിഷേധിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്തിനാണ്? ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തരിൽ നിന്ന് വിശ്വസ്തമായി നമ്മളെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവന് കണക്ക് കൊടുക്കുവാൻ പാകത്തിൽ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയവരാണെന്ന് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളും അപ്രകാരമായിരിക്കണം. പക്ഷെ ഈ മനുഷ്യനെ വിളിച്ച പേരുകളൊക്കെ നമ്മളത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ഈ യജമാനൻ കടന്നു വന്നിട്ട് അവനെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഇവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു താലന്ത് എടുക്കുവാൻ തീരുമാനിച്ചു യജമാനൻ. എടുത്തിട്ട് ഉള്ളവന് കൊടുക്കുവാൻ തീരുമാനിച്ചു. അതായത് 10 താലന്ത് നേടിയവന് കൊടുക്കുവാൻ തീരുമാനിച്ചു. കാരണം അവൻ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും അധികത്തിൽ വിചാരനാക്കുവാൻ ഈ യജമാനൻ ആഗ്രഹിക്കുന്നു. നോക്കണേ, അവിടെയും യജമാനന്റെ ജനറോസിറ്റി നമുക്ക് കാണാം. അത് ആർക്കു വേണ്ടിയുള്ളതാണ്? വിശ്വസ്തരായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് യജമാനന്റെ ധാരാളിത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ വിശ്വസ്തരില്ലാത്ത ആളുകളെ കുറിച്ച് ഇവിടെ യജമാനൻ പറയുന്നു, അവന് ഉള്ളതും കൂടെ
എടുത്തു കളയും എന്ന് പറഞ്ഞാൽ ആ ഒരു താലന്ത് കൂടെ എടുത്തു കളയും. അതിനർത്ഥം പിന്നീട് അവന് യജമാനന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണക്ക് തീർക്കുവാൻ ഒന്നും അവൻ്റെതായിട്ടില്ല. മറിച്ച് അവനുള്ള ഒരേ ഒരു പേരെന്ന് പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എവിടെയാണ് അവരുടെ നിത്യത ചെലവഴിക്കുന്നത്? അവർ നരകത്തിലേക്ക് കടന്നു പോകാനിടയായിത്തീരും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഹോണസ്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതല്ല സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക മാർഗവും ഏക വഴിയും ഏക സാധ്യതയും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് അവൻ നിങ്ങളെ ഏൽപ്പിച്ചതായ താലന്തുകളെ വിശ്വസ്തമായി വ്യാപാരം ചെയ്ത് അവനെ ആദരിച്ചും ബഹുമാനിച്ചും ആ ബഹുമാനത്തിൽ അവനോടുള്ള വിശ്വസ്ത പുലർത്തുന്നവരായ ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് ചെല്ലുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാതെ നമ്മൾ മതപരമായി എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. മറിച്ച് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരാണെങ്കിൽ അവൻ നമ്മളെ വിശ്വസ്ത ദാസർ എന്ന് വിളിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. എനിക്ക് ലഭിച്ചതായ താലന്തുകളെ ഞാൻ സജീവമായി നിലനിർത്തുന്നുണ്ടോ? എനിക്ക് താലന്തുകൾ ലഭിച്ചിട്ട് അവ ഇല്ലാത്തതുപോലെ ഞാൻ ജീവിക്കുന്നുണ്ടോ? എനിക്ക് ലഭിച്ച താലന്തുകളെ ഞാൻ വ്യാപാരം ചെയ്യണം. നിങ്ങൾക്ക് ദൈവം പാടുവാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി പാടണം. നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അനേകരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം വരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അങ്ങനെ ഏതൊക്കെ വരങ്ങളാണോ, ഏതൊക്കെ കഴിവുകളാണോ, ഏതൊക്കെ താലന്തുകളാണോ ദൈവം നിങ്ങൾക്ക് തന്നത്, അതിനെ വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്ന് പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസൻ എന്നാകും. അതുവരാതെ വിശ്വസ്ത ദാസൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, മൂന്നാമത്തെ ദാസനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നു. അവന് താലന്ത് ലഭിച്ചെങ്കിലും അവൻ യജമാനനെ കുറിച്ചുള്ള തെറ്റായ അറിവ് നിമിത്തവും തൻ്റെ ജീവിതം പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട നിമിത്തവും താൻ അതിനെ മറച്ചു വെച്ച് യജമാനന്റെ മുമ്പിൽ നിൽക്കുവാൻ അവൻ ശ്രമിച്ചെങ്കിലും അവൻ പുറത്തേക്ക് തള്ളപ്പെടുകയും എന്നേക്കുമായി അവൻ ദൈവസന്നിധിയിൽ നിന്നും മാറ്റപ്പെടുവാനും ഇടയായി തീർന്നല്ലോ. ഞങ്ങൾക്കും അങ്ങനെ വരാതിരിപ്പാൻ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന താലന്തുകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി തീരാനും അതിനെ വ്യാപാരം ചെയ്യുവാനും വിശ്വസ്തരായി നിൽപ്പാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടെ നമ്മൾ താലന്തുകളുടെ ഉപമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദൈവരാജ്യ ഉപമയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. God bless you all. Have a nice day.